നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദംപുരി. കൃഷ്ണൻ്റെ നാമങ്ങളൊക്കെ ഒത്തിരി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ധന്വന്തരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സന്താനഗോപാലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വിദ്യാരാജഗോപാലത്തെക്കുറിച്ചും അങ്ങനെ പല മന്ത്രങ്ങളും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ രാജഗോപാലം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. രാജഗോപാല മന്ത്രം എന്ന് പറയുന്നത് അറിയാം, ഭഗവാൻ കൃഷ്ണൻ്റെ ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഒരു മന്ത്രമാണ് രാജഗോപാലം. അതിവശ്യത്തിൻ്റെ ഏറ്റവും നല്ല വശ്യത്തിൻ്റെ ശക്തമായ മന്ത്രം വൈഷ്ണവ മന്ത്രമാണ് രാജഗോപാലം. ഏറ്റവും നല്ല സമ്പൽ സമൃദ്ധിയുടെ ഏറ്റവും നല്ല മന്ത്രമാണ് രാജഗോപാലം. രാജഗോപാല മന്ത്രം കൊണ്ട് വശ്യം എന്നുദ്ദേശിക്കുന്നത് വശീകരണം എന്നൊരു ഉദ്ദേശമല്ല. വശ്യം എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സൽ ഗുണങ്ങൾ നമ്മളിലേക്ക് വരിക, നല്ല ബന്ധുമിത്രാദികൾ ഉണ്ടാവുക, നല്ല സ്ഥാനമാനങ്ങൾ ലഭിക്കുക, നല്ല അവസരങ്ങൾ ലഭിക്കുക, നല്ല യോഗ്യമായ ജീവിതം ഉണ്ടാവുക. ഇതൊക്കെയാണ് വശ്യം എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സമ്പൽ സമൃദ്ധി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സാമ്പത്തിക അത് ഭൗതികപരമായിട്ട് സമ്പത്തും സ്വർണവും സാധനങ്ങളൊക്കെ തന്നെയാണ്. അതായത് ഗോക്കളായാലും പശുക്കളായാലും ആനയായാലും സ്വർണമായാലും ഇതെല്ലാം സമ്പൽ സമൃദ്ധി വർദ്ധിക്കുക. ഇതിനൊക്കെ ഏറ്റവും നല്ലതാണ് രാജഗോപാലം. രാജഗോപാലം ജപിച്ചു കഴിഞ്ഞാൽ സർവസുഖം, സർവസമാധാനം, സർവസന്തോഷം. അതിനപ്പുറത്തേക്ക് യാതൊന്നുമില്ല. കാരണം അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് രാജഗോപാല മന്ത്രം, അത്രയ്ക്ക് അനുഗ്രഹകലയാണ് രാജഗോപാലം. അത് നമുക്ക് അറിയാമല്ലോ. കൃഷ്ണൻ്റെ കാര്യം പറയണതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലോ. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ തന്നെ അനുഗ്രഹകലയുടെ ഏറ്റവും വലിയ മൂർത്തിഭാവമാണ് അദ്ദേഹം. അനുഗ്രഹകല, അതായത് അവനവൻ്റെ സ്വന്തം ഭക്തൻ എപ്രകാരം പ്രാർത്ഥിക്കുന്നോ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഒരിക്കലും വിഷമിപ്പിക്കാതെ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുന്ന, ഭക്തന് ഒരു സങ്കടവും വരാതെ സംരക്ഷിക്കപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് ഭഗവാൻ കൃഷ്ണനാണ്. കാരണം നമ്മുടെ ഭക്തനെ വിട്ടിട്ട് കൃഷ്ണൻ ഒരു പരിപാടികളുമില്ല. ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഭക്തനോട് ഏതവസരത്തിലും എങ്ങനെയും കൂറു പുലർത്തുന്ന, അല്ലെങ്കിൽ പൂർണ്ണ സംരക്ഷണം നൽകുന്ന, പൂർണ്ണമായി നമ്മളെ സംരക്ഷിക്കുന്ന ആളാണ് ഭഗവാൻ കൃഷ്ണൻ. അതുകൊണ്ട് തന്നെ കൃഷ്ണനാമങ്ങൾക്കൊക്കെ കലിയുഗത്തിൽ വളരെ ശക്തമാണ്. കൃഷ്ണനാമങ്ങളും കൃഷ്ണ അനുഗ്രഹങ്ങളും ഏറ്റവും കൂടുതൽ പ്രയോജനമാണ്. ഞാനിത് പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന ഏകദേശം ഒരു 80 പേരും അല്ലെ 80% ആൾക്കാരും ഈ രാജഗോപാല മന്ത്രമൊക്കെ ജപിക്കുന്നവർ തന്നെയാണ്. യാതൊരു സംശയവും വേണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും ഭഗവാന്റെ നാമങ്ങൾ പറയുമ്പോൾ, ഭഗവാന്റെ നാമം നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ, ഭഗവാന്റെ നാമങ്ങൾ നിങ്ങൾ ജപിക്കുമ്പോൾ, ഭഗവാനെ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ, ആ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് കിട്ടുന്ന സ്വർഗീയമായ ആ സുഖകരമായ സന്തോഷകരമായി നിൽക്കുന്ന ആ അനുഭൂതി അതൊരു പ്രത്യേകതയല്ലേ, അതൊരു കേമല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച്, ആ രാജഗോപാലത്തെക്കുറിച്ച് ഒന്ന് പറയാം എന്ന് നിരീക്ഷിച്ചു. ശരിക്ക് അറിയാമായിരിക്കും അല്ലേ. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാമഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയാ. ഈ രാജഗോപാല മന്ത്രം 12, 24, 36, 44 ഒക്കെ ജപിക്കാം. ഇത് ഈ കൃഷ്ണൻ്റെ ആയ കാരണം തന്നെ ഒരു സുഖകരമാണ്. ശരിക്കും നല്ല തണുത്ത വെള്ളം ദേഹത്ത് വീഴുന്ന സുഖാനുഭൂതിയാണ് കൃഷ്ണനാമങ്ങൾ ജപിക്കുമ്പോൾ. കൃഷ്ണനാമങ്ങൾ ജപിച്ചാലുള്ള അച്ചിട്ടതിൻ്റെ ഫലവും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് രാജഗോപാലം എന്ന് പറയുന്നത് ലോകവശ്യം എന്നേ പറയാനുള്ളൂ. എന്ത് സാധനങ്ങളും നമുക്ക് ഇഷ്ടമുള്ളത് കിട്ടാൻ, ഇഷ്ടമുള്ളത് ലഭിക്കാൻ, അപ്രാപ്യമായ കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. പ്രാപ്യമായതും സൽഗുണസമ്പന്നമായ കാര്യങ്ങളെ ചിന്തിക്കാവുള്ളൂ. അതുകൊണ്ട് രാജഗോപാലം എന്ന് പറയുന്ന നാമത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതും നാമജപാദികൾ ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണ്, ക്ഷേമത്താണ്. അറിയാതെ തന്നെ നമ്മുടെ പ്രവൃത്തികളിൽ, തൊഴിൽ ചെയ്യുന്നവരിൽ, ബിസിനസ്സുകാരിലൊക്കെ സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന ഒരു ജീവിതാവസ്ഥ ഉണ്ടാകാനായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പ്രത്യേക ഉപദേശങ്ങളൊന്നും വേണ്ട. ഭഗവാനെ ഗുരുവായൂരപ്പനെ മനസ്സിൽ സങ്കല്പിച്ച് ഗുരുവായൂരപ്പനെ ഓർത്തുകൊണ്ട് ഈ നാമജപാദികൾ ചെയ്തോളൂ. കേമായിട്ടുള്ള ഫലമാണ്, കേമാവും.
നമസ്കാരം.